ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു RK ക്ലാസ്സസ്. മക്കളെ, റീവാലുവേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സാർ, ഞങ്ങൾ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്തു, ഫോട്ടോ കോപ്പി ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് മക്കൾ പറയുന്നത്. 21 മുതൽ 27 തീയതി വരെയായിരുന്നു നമുക്ക് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്. 25 തീയതി ആയിട്ടും ഞങ്ങൾക്ക് ഫോട്ടോ കോപ്പി വന്നില്ല സാർ, ഞങ്ങൾ വെറീഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറീഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാം. ആപ്ലിക്കേഷൻ കൊടുത്ത ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്ത സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. നമുക്ക് ഒരുപാട് ആപ്ലിക്കൻ്റ് എണ്ണം ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ഫോട്ടോ കോപ്പി വരാനുള്ള ഡിലേ അത് തന്നെയായിരിക്കും നാം മനസ്സിലാക്കുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്താണെന്ന് അറിയാൻ പറ്റും. നമ്മൾ CBSEയുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാം. വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്താൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കാണാം, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് കാണാം. ആ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പുതിയ പേജിലേക്ക് പോയി. ഈ പുതിയ പേജിൽ നിങ്ങളെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് CBSE നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അഡ്മിറ്റ് കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യണം, റോൾ നമ്പർ ടൈപ്പ് ചെയ്യണം. അപ്പോൾ 3 ഉണ്ടാവുക: ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ, അഡ്മിറ്റ് കാർഡ് നമ്പർ. ആപ്ലിക്കേഷൻ നമ്പർ കഴിഞ്ഞാൽ റോൾ നമ്പറാണ്, എക്സാമിൻ്റെ റോൾ നമ്പർ ടൈപ്പ് ചെയ്യുക. പിന്നെ അഡ്മിറ്റ് കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. ഈ 3 ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോ കോപ്പി യെറ്റ് ടു ബി അപ്ലോഡഡ് എന്നുള്ള മെസ്സേജാണ് വരുന്നതെങ്കിൽ മക്കൾ ഒന്നുകൊണ്ടും വെറീഡ് ആവേണ്ട ആവശ്യമില്ല. 27 തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫോട്ടോ കോപ്പി കിട്ടും. ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതായത് റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, CBSEയുടെ വാലുവേഷനും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ചാനലിൽ തന്നുകൊണ്ടേയിരിക്കും.